ഹായ് ഓൾ, വെൽക്കം ടു മെൻറ്റർ മൈൻഡ്സ്. ഫുഡ് കണ്ടിട്ടാണോ നിങ്ങൾ ഈ ഷോർട്സ് കാണുന്നത്? അന്ന് ഞാൻ ഫുഡിനെ പറ്റിയല്ല പറയുന്നത്, ഫുഡ് ചെയിനെ പറ്റിയാണ്. അപ്പോൾ ക്ലാസ് 8 കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഈ ഷോർട്സ് കയറി കണ്ടോളൂ. ഫുഡ് ചെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എക്കോസിസ്റ്റത്തിൽ ആരാരെയൊക്കെ തിന്നുന്നുള്ളതിൻ്റെ ഒരു സൈക്കിൾ അത് നമുക്ക് മനസ്സിലാക്കാനാണ് ഈ ഫുഡ് ചെയിൻ. അപ്പം ഫുഡ് ചെയിൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് തുടങ്ങുന്നത് പ്ലാന്റ്സിൽ നിന്നാണ്. പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് ആണല്ലേ. ഈ പ്ലാന്റ്സിനെ കഴിക്കുന്നത് നമ്മുടെ ഗ്രാസ് ഹോപ്പേഴ്സ്, അവരെ നമുക്ക് ഹെർബിവോഴ്സ് എന്ന് വിളിക്കാം. നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഈ ഹെർബിവോഴ്സിനെ കഴിക്കുന്നത് അത് കാർണിവോഴ്സ് ആണ്. ഇവിടുത്തെ എക്സാമ്പിൾ ഗ്രാസ് ഹോപ്പേഴ്സിനെ കഴിക്കുന്നത് ഫ്രോഗ്സ് ആണ്. നെക്സ്റ്റ് ഫ്രോഗ്സിനെ കഴിക്കുന്നത് സ്നേക്സ് ആണ് അല്ലേ. നെക്സ്റ്റ് ലെവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്നേക്സിനെ കഴിക്കുന്നത് നമുക്ക് ഈഗിൾസ് എന്ന് വിളിക്കാം. ഓക്കെ, ഈഗിൾസ് ആണ്. സോ നമുക്ക് ഈ ഒരു സൈക്കിളുണ്ട്. അപ്പോൾ ഈ ഒരു സൈക്കിളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, നമുക്കിതിന് എനർജി വേണം. അത് നമുക്ക് തരുന്നത് സണ്ണാണ് അല്ലേ. സണ്ണിൻ്റെ എനർജിയാണ് നമ്മൾ ഫ്ലോ ചെയ്യുന്നത്. ഈ സണ്ണിൻ്റെ എനർജി പ്ലാന്റ്സ് തൊട്ട് ആനിമൽസ് വരെ ഒരു സൈക്കിൾ പോലെ ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടേ ഇരിക്കണം. അങ്ങനെ ഒരു സൈക്കിൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ എക്കോസിസ്റ്റം ഒരു ബാലൻസിൽ നിലനിന്ന് പോകത്തുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫുഡ് ചെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി കൂടുതലായിട്ട് ഉള്ള പല ഫുഡ് ചെയിൻസ് നിങ്ങൾക്ക് അറിയുന്നത് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്തോളൂ. താങ്ക്